ഞാൻ എൻ്റെ മക്കൾക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചു എന്ന് പറയുന്നവരോട് എനിക്കൊരു ചോദ്യമേ ഉള്ളൂ. നിങ്ങളത് ചെയ്തത് സ്നേഹം കൊണ്ടാണോ, അതോ നിങ്ങളുടെ വാർദ്ധക്യകാലത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയായിട്ടാണോ? പലർക്കും ഈ ചോദ്യം കേൾക്കുമ്പോൾ ദേഷ്യം വരും. പക്ഷേ സത്യം അതാണ്. നമ്മൾ മക്കളെ വളർത്തുന്നത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്കൊരു തുണ വേണം എന്ന സ്വാർത്ഥത കൊണ്ടാണ്. ഈ സ്വാർത്ഥതയാണ് നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞൊരു വാചകം നമ്മൾ സൗകര്യപൂർവ്വം വളച്ചൊടിച്ചു. ഇന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഞാൻ പറയാം. ഇത് കേട്ടുകഴിയുമ്പോൾ ഒന്നുകിൽ നിങ്ങളെന്നെ തെറിവിളിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. ഇതിൻ്റെ അർത്ഥം, നിങ്ങൾ ചെയ്ത നന്മയുടെ ഫലം അനുഭവിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നാണ്. നമ്മൾ മലയാളികൾ എപ്പോഴും ഒരു കച്ചവട മനോഭാവമുള്ളവരാണ്. ദൈവത്തിന് 10 രൂപ കൊടുത്താൽ 100 രൂപയുടെ അനുഗ്രഹം കിട്ടണം. മകന് വിദ്യാഭ്യാസം കൊടുത്താൽ അവൻ ശമ്പളം തന്നു നോക്കണം. ഇവിടെയാണ് കൃഷ്ണൻ നിങ്ങളെ തിരുത്തുന്നത്. നിങ്ങൾ മകനെ പഠിപ്പിച്ചത് നിങ്ങളുടെ കർമ്മം മാത്രമാണ്. അവൻ നിങ്ങളെ തിരിച്ചു നോക്കണമെന്നത് ഫലമാണ്. ആ ഫലത്തിന്മേൽ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? അവൻ നോക്കിയില്ലെങ്കിൽ തകർന്നു പോകാൻ നിങ്ങൾ എന്തിനാണ് പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയത്? നിങ്ങൾ മക്കളെ വളർത്തിയതൊരു കച്ചവടമായിരുന്നെങ്കിൽ ആ കച്ചവടത്തിൽ ലാഭവും നഷ്ടവും സ്വാഭാവികമാണ്. നഷ്ടം വരുമ്പോൾ കരയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അടുത്തത്, ദ ഡീപ് ട്രൂത്ത് ഓർ ബ്രേക്കിംഗ് ദ ഈഗോ. സത്യം പറയട്ടെ, ലോകത്ത് ഏറ്റവും കൂടുതൽ മാനസിക വിഷമം അനുഭവിക്കുന്നത് പ്രതീക്ഷകളുള്ളവരാണ്. നിങ്ങൾ ഒരാൾക്കൊരു സഹായം ചെയ്തു, അയാൾ നന്ദി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും. എന്തുകൊണ്ട്? അവിടെ നിങ്ങളുടെ അഹംഭാവം അഥവാ ഈഗോ ആണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ചെയ്തു എന്ന ചിന്തയാണ് നിങ്ങളുടെ ശത്രു. ഒരു മരം കായ്ക്കുന്നത് അത് കഴിക്കാൻ വേണ്ടിയല്ല. ഒരു പുഴയൊഴുകുന്നത് സ്വന്തം ദാഹം തീർക്കാനല്ല. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നു. മനുഷ്യൻ മാത്രമാണ് ചെയ്യുന്ന ഓരോ ശ്വാസത്തിനും ലാഭം കണക്കുകൂട്ടുന്നത്. ഈ ലാഭക്കൊതിയാണ് വാർദ്ധക്യത്തിൽ നിങ്ങളെ വൃദ്ധസദനങ്ങളിലേക്കും മാനസിക വിഷമങ്ങളിലേക്കും നയിക്കുന്നത്. മക്കളെ കുറ്റപ്പെടുത്തുന്നതിനു മുൻപ് ആലോചിക്കുക, നിങ്ങൾ കർമ്മം ചെയ്തത് ഫലം പ്രതീക്ഷിച്ചാണോ? എങ്കിൽ നിങ്ങൾ തോറ്റുപോയി. ഇനി നിങ്ങളോട് എനിക്കൊരു വെല്ലുവിളിയുണ്ട്. ഇന്നു മുതൽ പ്രതിഫലം ആഗ്രഹിക്കാതെ ഒരു ചെറിയ നന്മ ചെയ്തു നോക്കൂ. അത് വഴിപോകുന്നൊരു പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുന്നതാകട്ടെ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. അന്ന് നിങ്ങൾക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്. അതാണ് യഥാർത്ഥ ആത്മീയത. എൻ്റെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചോ? എങ്കിലത് നിങ്ങൾക്കുള്ള മരുന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും, ദേഷ്യമാണെങ്കിൽ ദേഷ്യം, അത് താഴെ കമന്റ് ചെയ്യുക. നമുക്കവിടെ സംവദിക്കാം. ഈ സത്യം ഉൾക്കൊള്ളാൻ ധൈര്യമുള്ളവർ മാത്രം ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി. ഹരി ഓം.